ഹേ, ഞാൻ ഒരു കഥ சொல்லட்டுமா? ഹൂ ഈസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്? അല്ലേ, നിങ്ങൾ ഗൂഗിളിൽ തപ്പാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലോൺ മസ്ക് എന്നൊക്കെ പറഞ്ഞു വരും. ഇനി ഇന്ത്യയിലേക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ അംബാനി എന്നും ടാറ്റ ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ ലിസ്റ്റൊക്കെ വരും. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല റിച്ചസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന കാര്യം. നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട്, അവൻ നിങ്ങളെ ഡെയിലി വിളിക്കുന്നുണ്ട്. ഇനി ഡെയിലി വിളിച്ചില്ലെങ്കിലും നിങ്ങളുടെ മോശപ്പെട്ട സമയത്ത് പോലും അയാൾ നിങ്ങളുടെ കൂടെ കരുതലായിട്ട് നിന്നിട്ടുണ്ട്, നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ നേരെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാൾ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞാൽ നിങ്ങളെ അദ്ദേഹം ഉപദേശിക്കുന്നത് ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് നീ ചെയ്ത എന്നിട്ട് തെറ്റുകളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. അയാളുടെ കൂടെ മനോഹരമായ കുറേ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റുകളുണ്ട്, അയാളുടെ കൂടെയുള്ള കുറേ നല്ല നിമിഷങ്ങളുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക, നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ. കാര്യം അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരാളില്ല. എല്ലാം നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, അത് നമ്മുടെ ആരുമാവാം കേട്ടോ. ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ വൈഫാവാം, അല്ലെങ്കിൽ ഫ്രണ്ട് ആവാം, ആര് വേണമെങ്കിലും ആവാം. പക്ഷേ അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ മനുഷ്യൻ എന്ന് പറയുക. കാര്യം അതിൽ അപ്പുറത്തേക്കൊന്നും ഇല്ല. അതാണ്.